അതിനകത്ത് ഈ താമസമല്ല നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് ഇതിനു മുമ്പൊക്കെ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കാർഗിൽ യുദ്ധം ഒക്കെ അറിയാമല്ലോ. അപ്പം നമ്മളുടെ ഏത് വേണ്ടപ്പെട്ട ഒരു അവസ്ഥ യുദ്ധമായാലും മറ്റ് നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ, വിശ്വസിക്കാവുന്നത് നമുക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ഇസ്രായേലും ഒന്ന് റഷ്യയുമാണ്. ഇപ്പോൾ എല്ലാത്തിനകത്തും അവരുടെ ഒരു ഡയറക്ഷനിൽ കൂടിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ആയുധത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പം ടെക്നോളജി ബേസ് റഷ്യയുടെ അല്ലേ നമ്മൾ, അല്ലെങ്കിൽ എല്ലാം. അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ കൂടെ ഇപ്പം സിന്ധൂറിന് ശേഷം പറയുന്നത് ഞങ്ങളെയും കൂടെ പറയണം, ഞങ്ങളുടെയും കൂടെ ആണ്, നമുക്ക് ഒന്നിച്ച് നിർമ്മിക്കാം. കാരണം സിന്ധൂറിന് ശേഷം നമ്മുടെ ആയുധങ്ങൾക്ക് വലിയൊരു ഡിമാൻഡാണ്. അപ്പം നമ്മളുടെ ആയുധങ്ങൾ സിന്ധൂറിനകത്ത് ഇസ്രായേലിൻ്റെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആയുധത്തിന് ഡിമാൻഡാകും, റഷ്യയുടെ ആകുമ്പോൾ റഷ്യയുടെ ഡിമാൻഡാകും. അപ്പോൾ ആ രീതിയിലൊക്കെ സംസാരം. അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം സിന്ധൂർ 2-നകത്ത് നമ്മൾ വേറെ ഒരു രാജ്യത്തിൻ്റെയും പലരും നമ്മളോട് ചോദിച്ചു ഞങ്ങളുടെ സഹായം വല്ലതും വേണോ, ഞങ്ങളുടെ സഹായം വേണം, ആരുടെയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ആണ്. പക്ഷേ അതിനകത്ത് ആരുടെയും വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും നമ്മളെ വേണ്ട വിധത്തിൽ നമ്മുടെ പരോക്ഷമായിട്ട് സഹായം റഷ്യയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും. ഇസ്രായേൽ അന്നേ അവിടെ വിമാനം ഇറങ്ങി കാശ്മീരിൽ ഹമാസിൻ്റെ രീതിയിലുള്ള ഒരാക്രമണത്തിൻ്റെ ഒരു മുന ഇതിനകത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചടിയിലും പ്ലാനിങ്ങും എങ്ങനെയാവണമെന്നുള്ള രീതിയിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടി അവിടെ ഇറങ്ങി. അവരെ പിന്നെ തിരിച്ചു പോയില്ലൊന്നും അറിയത്തില്ല. സിന്ധൂർ ഓപ്പറേഷൻ നടന്നു. ഇപ്പം ഈ ഒരു ഓപ്പറേഷൻ ശേഷം, ഡൽഹി ഓപ്പറേഷൻ ശേഷം നമ്മൾ പഠിക്കേണ്ടത് 2-3 രാജ്യങ്ങൾ തീർത്ത് കത്തുക. ഡൽഹിയിൽ 6 മണിക്ക് യാദൃശ്യം, ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് യാദൃശ്യമായിട്ട് ബോംബ് ഉണ്ടാക്കാൻ കൊണ്ടുപോയതിന് സ്ഫോടക വസ്തു അവിടെ വെച്ചങ്ങ് പൊട്ടിത്തെറിച്ചോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായെന്നുള്ള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.